വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പോകണം എൻ്റെ വീട്ടിലേക്കാട്ടോ. അപ്പോൾ ഇന്ന് പോകാമെന്ന് കരുതിയത് എന്താ വെച്ചാൽ സാറ്റർഡേ സൺഡേസൊക്കെ അല്ലേ എന്ന് കരുതിയിട്ടാട്ടോ ഇറങ്ങിയത്. അപ്പോൾ വീട്ടിൽ മിലോനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ ഞങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടായില്ല. ഇനിയിപ്പോൾ പോയാൽ തന്നെ ഏട്ടനും വലിയ സമാധാനം ഉണ്ടായില്ല. അപ്പോൾ ആദ്യം മനസ്സിലായിരിക്കും ഏട്ടനും ഇരിക്കണേ. അന്നൊക്കെ കരുതി ഇവളെയും കൊണ്ടുപോകാൻ തരിക. എന്നാൽ വീട്ടിൽ കൂടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ചാടി കയറി അവളെയും കൊണ്ടുപോകാൻ തീരുമാനിച്ചു എന്നേ ഉള്ളൂ. എങ്ങനെ ഏതാന്നൊക്കെ വഴിയെ കാണാം കേട്ടോ. അപ്പം ചുക്കുടുമാവി ചുക്കുടുമാവി മിലക്കുട്ടി മിലക്കുട്ടി. ചൊയ്റ്റാനിക്കര ഹിൽ പാലസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടേക്ക് എത്തിയപ്പോഴത്തേക്കും മിലോ ഭയങ്കരമായിട്ട് അങ്ങ് ഒമിറ്റ് ചെയ്തു കേട്ടോ. എനിക്ക് തോന്നുന്നു കുടുക്കം ഉണ്ടായിരുന്നല്ലോ ചെറിയ രീതിയിൽ. പിന്നെ ഫുഡ് കഴിച്ച ഉടനെ ആയിരുന്നു അവളെയും കൊണ്ടുവന്നത്. അത് കാരണം അവൾക്ക് അങ്ങ് പറ്റിയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ചില സമയത്ത് അവൾ ഇതേപോലെ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ വീടൊക്കെ എത്തി കേട്ടോ. അപ്പോൾ വീടെത്തിയ ശേഷം അച്ഛനും അമ്മ ഇങ്ങനെ വെയിറ്റിങ്ങില്ല. അപ്പോൾ അമ്മ വേഗം ചാടിക്കയറി ഇറങ്ങി വരട്ടെ. ആര് നീ പോവട്ടെ, ഇവിടെ നിന്നോ, ഇവിടെ നിന്നോട്ടാ. നല്ല ഭംഗിയുണ്ട് ഇവിടെ കെട്ടിയിട്ട്. അങ്ങനെ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്ക് എന്നതുപോലെ അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. പിന്നെ അമ്മ ഫുഡ് ഉണ്ടാക്കി. എനിക്ക് എന്താണെന്നറിയില്ല, അതിൻ്റെ അരികത്ത് പോയി കുറച്ച് നേരം ഒരുപാട് സംസാരിക്കാനുണ്ടാവും കേട്ടോ. അന്നേരം ആയിരിക്കും ഒരുപാട് സംസാരിക്കേണ്ടത്. അമ്മ ഫോൺ വിളിക്കുമെങ്കിലും അങ്ങനെ ഞങ്ങൾ അധികം സംസാരിക്കില്ല. എന്തെങ്കിലുമൊക്കെ പിള്ളേരൊക്കെ കാണിച്ചുകൊണ്ട് കൊടുത്തേ ഇരിക്കും, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവും. എന്താണെന്നറിയില്ല. അപ്പോഴത്തേക്കും എന്ത് അച്ചാമ്മ വിളിക്കണം, വേഗം ഓടി വന്നും പറഞ്ഞ് എന്നെ കാണിച്ചു തരുമോ കേട്ടോ. എൻ്റെ അമ്മ അങ്ങനെ ഞാൻ രണ്ടുപേരെയും കൂടി ഒതുക്കി രണ്ട് സ്ഥലത്താക്കിയിട്ട് നേരെ വന്ന് സാലഡിനുള്ളതൊക്കെ അരിയോ കേട്ടോ. അപ്പോൾ ഞാൻ അരിയണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയന് ഭയങ്കര ഇഷ്ടം ഞാൻ സാലഡ് ഉണ്ടാക്കുന്നത്. ഞാൻ ഭയങ്കര തിന്നായിട്ടാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അത് കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ ഇന്ന് തൃശ്ശൂരിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വരുള്ളൂ. അങ്ങനെ ഞങ്ങൾ വന്ന ദിവസം അവനറിയില്ല ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ എത്തിയിട്ടോ. നീയും മൈലേജിട്ടാ അപ്പൊ അഭിയാടാ. അങ്ങനെ അവൻ വന്നു കഴിഞ്ഞിട്ട് നേരെ അവൻ ഫ്രഷ് ആവാൻ വേണ്ടി പോയിട്ടോ. ഫുഡെല്ലാം റെഡിയായി കഴിഞ്ഞ ശേഷം നമ്മളങ്ങനെ ഒന്നിച്ച് എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. വിശക്കുന്ന ആരാണോ അവരാദ്യം അങ്ങ് കഴിക്കും കേട്ടോ. അപ്പോൾ ഏട്ടനാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് കൊടുത്ത. ഏട്ടൻ നന്നായിട്ട് വിശന്നിരിക്കുകയായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഓരോരുത്തരായിട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെയാണ് മിലോനെ എവിടെ കിടത്തുമെന്ന് ആലോചിച്ച്. പുറത്ത് കിടത്തിയിട്ട് ഒരു രക്ഷയുണ്ടായില്ല കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ മേളിലോട്ട് അവളെ കൊണ്ടുപോകാൻ കരുതിയിട്ടോ. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ബാൽക്കണിയിൽ കിടത്താമെന്നാണ് ഉദ്ദേശിച്ചത്. അവിടെ ചെന്ന് അവൾക്ക് പേടിയാട്ടെ സ്റ്റെപ്പ് കയറാൻ. അവൾ അങ്ങനെ സ്റ്റെപ്പൊന്നും കയറി ചെന്നിട്ടില്ല. പക്ഷെ ബാൽക്കണിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെയും കിടത്താൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഇട്ടേക്കുന്ന ആ ഗ്രില്ല് അതിൽ കൂടി അവളുടെ തല കിടക്കും. അപ്പോൾ ഇവളെങ്ങാനും കടിച്ച് പൊട്ടിച്ചെങ്ങാനും ചാടിയാൽ നേരെ റോട്ടിലോട്ടാണ് വീഴുള്ളൂ. അതുകൊണ്ട് നമുക്ക് അവിടെ കിടത്താൻ പറ്റൂല എന്ന് തീരുമാനിച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഡെസ്ക് അവിടെ കിടപ്പുള്ള കാരണം അതങ്ങ് കമത്തിയിട്ടിട്ട് അവിടെ കിടത്താലോ എന്നൊക്കെ പറഞ്ഞ് കിടത്തിയിട്ട് എന്ത് ചെയ്ത് അവൾ ഒറ്റക്ക് കിടക്കൂല. ഏട്ടൻ ഇതേപോലെ ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് കുറേ നേരം ഏട്ടൻ ഇരുന്നിട്ടും ഇവളെന്ത് ചെയ്ത് അവിടെ കിടക്കൂല കേട്ടോ. ലാസ്റ്റ് ഏട്ടൻ ഇരുന്നിരുന്നിരുന്നിരുന്നേ ഏട്ടനും സത്യം പറഞ്ഞാൽ അടുത്ത് കൊണ്ടുവരണ്ടാന്ന് വരെ നമുക്ക് തോന്നിപ്പോയൊരു നിമിഷം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളൊക്കെ അങ്ങനെ ഇട്ടേച്ച് പോരുമ്പോൾ വേറൊരു വിഷമമായിരിക്കും ഇവിടെ നിൽക്കുമ്പോൾ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയോ, അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ നേരെ അവളെ കൊണ്ടുപോയിട്ട് ഏട്ടൻ്റെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോയിട്ട് അമ്മയും അനിയനും എല്ലാവരും കൂടി ഒരു റൂമിൽ കിടന്നിട്ട് ഏട്ടനും മിലോയും കൂടി വേറൊരു റൂമിൽ കിടന്നു കേട്ടോ ഒറ്റക്ക്. അങ്ങനെ പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് പുറത്ത് പോകേണ്ടി വന്നാറ്. നമ്മളെല്ലാവരും കൂടി പുറത്ത് പോയി വന്നതിന് ശേഷം ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും സൺഡേ ആയി, മൺഡേ കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉള്ള കാരണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമായിരുന്നു. അങ്ങനെ എല്ലാവരെയും യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങുവാട്ടെ. സത്യം പറഞ്ഞാൽ പോകാൻ നേരം ആകുമ്പോഴത്തേക്കും എല്ലാവരുടെയും മുഖം ഒരുമാതിരി ഇരിക്കും പോണ സമയമാകുമ്പോൾ കേട്ടോ. ഇനി ഇറങ്ങാൻ നിൽക്കുമ്പോൾ അടുത്ത ചടങ്ങുകളാട്ടായി ഈ ഉമ്മ വയ്ക്കൽ. മാറി ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ വയ്ക്കലാട്ടോ. ഇനി ഉമ്മ വയ്ക്കൽ
നിൽക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ വണ്ടി ഇവിടെ നിന്ന് നീങ്ങണം, അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ വയ്ക്കലായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്ന് എടുത്ത് വെക്കണതിൻ്റെ കൂട്ടത്തിൽ അതിങ്ങനെ മുറക്കെ നടന്നുകൊണ്ടേയിരിക്കും കേട്ടോ. വെച്ചാൽ ഒരാൾ അച്ഛൻ കൊടുക്കും, പിന്നെ അമ്മ കൊടുക്കും, അമ്മ തിരിച്ചു കൊടുക്കും, അപ്പോഴത്തേക്ക് അവൻ വന്ന് കൊടുക്കും. അങ്ങനെ ഞാൻ ഇതെല്ലാം എടുത്ത് വെച്ചപ്പോഴത്തേക്ക് ഓരോന്നിടെ നമ്മൾ തന്നെ പിടിച്ച് കയറണം. ആരും സ്വയമായിട്ട് കയറുമെന്ന് വിചാരിക്കണേ, എല്ലാവർക്കും മടിയാണ് തിരിച്ച് വീട്ടിലോട്ട് പോണ കാര്യത്തിൽ. അങ്ങനെ വിച്ചുവിനെ കയറ്റി ഇരുത്തിയപ്പോഴത്തേക്കും അച്ചാമ്മ വന്നായിരുന്നു. അച്ചാമ്മയ്ക്ക് ഭയങ്കര സങ്കടം വിച്ചുകൂട്ടം പോയി കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അടുത്തത് അച്ചാമ്മയുടെ പ്രകടനം കേട്ടോ. ഭയങ്കര സങ്കടം പോയി കഴിഞ്ഞാൽ ഉമ്മ കൊടുത്താലും മതിയാവില്ല അച്ചാമ്മയ്ക്ക്. അങ്ങനെ നമ്മളെല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ പോവാട്ടെ തിരിച്ച്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ആ വളവ് തിരിയണ വരെ എല്ലാവരും ടാറ്റ തന്നുകൊണ്ടിരിക്കട്ടെ. ഇവൻ പ്രത്യേകിച്ച് അത് വളവ് തിരിയണ വരെ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. പിള്ളേരാണെങ്കിലും കേട്ടോ തിരിഞ്ഞ് നിന്നിട്ട് ആ മിററിൽ കൂടി ഫുള്ളും ടാറ്റ കൊടുത്തുകൊണ്ടേയിരിക്കും. നിലോ ഭയങ്കര ഹാപ്പി ആട്ടോ ഇപ്രാവശ്യത്തെ യാത്ര ഇങ്ങനെ ചെയ്തതിൽ. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ വെച്ച് നിർത്തുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വ്ലോഗ് വരുന്ന വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെയും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.